PV Anwar MLA വലിയ തെളിവുകളോടുകൂടെ തന്നെ ADGPക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ADGPയെ വലിഞ്ഞു മുറുകുകയാണ് ഓരോ പരാതികൾ. പോലീസ് അസോസിയേഷൻ യോഗത്തിലും ADGPക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് സേനയിലുള്ള നിരവധി ആളുകൾ ജോലിഭാരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും ഏറ്റവും വലിയ പരാതികളും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്. പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ധൈര്യം പകരുകയാണ് ഇപ്പോൾ PV അൻവറിന്റെ വിമർശനങ്ങളൊക്കെ. SP-മാർക്ക് മുകളിൽ ADGP അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആരോപിക്കുന്നത്. ഇതിന്റെ ഭാരം പോലീസുകാരിൽ എത്തുന്നുവെന്നും പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ADGP സമാന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുന്നുവെന്നും യോഗത്തിൽ ആരോപണം ഉണ്ടായിരുന്നു. PV അൻവർ MLAയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ഇന്നറിയാം എന്നിരിക്കെയാണ് ഇങ്ങനെ ADGPക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഒന്നുകൂടെ ഉയരുന്നത്. MR അജിത് കുമാറിനെയും SP സുജിത് ദാസിനെയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഇന്നലെ റിപ്പോർട്ട് നൽകിയതൊക്കെ വലിയ ചർച്ചയാകുന്ന സാഹചര്യമാണ്. ADGPയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമോ എന്ന കാര്യം പോലും നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ADGPക്കെതിരെ അടുത്ത ആരോപണങ്ങൾ. സുജിത് ദാസുമായി ബന്ധപ്പെട്ട മരമുറി സംഭവം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉടനടി നിർദ്ദേശം നൽകിയെങ്കിലും ഇരുവരെയും മാറ്റണമെന്ന ശുപാർശയിൽ DGP ഷേഖ് ദർവേഷ് സാഹിബിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അജിത് കുമാർ DGPയെയും മുഖ്യമന്ത്രിയെയും സന്ദർശിച്ച് തന്റെ ഭാഗം വിശദീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. DGPയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. ഇരുവരെയും അടിയന്തരമായി ക്രമസമാധാന പാല ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശ. ഇരുവരെയും അടിയന്തരമായി ക്രമസമാധാന പാല ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്യുന്ന സാഹചര്യത്തിലാണ് DGPക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. PV അൻവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭരിക്കുന്നത് നേതാക്കന്മാരാണെങ്കിലും പക്ഷെ അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ADGPയും അതുപോലെ തന്നെ P ശശി ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നതൊക്കെയാണ് ആരോപിച്ചിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പോലീസ് സേനയുടെ ആരോപണങ്ങൾ. ADGPയുടെ സമ്മർദ്ദം മൂലം ജോലി ഭാരം കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് PV അൻവർ പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. നമ്മൾ ഈ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പോലീസ് സേനയിലെ ആളുകളുടെ ആത്മഹത്യ കണക്കെടുത്തു നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഓരോ മന്ത്രിസഭയുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായിരിക്കുന്നത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നത് നമുക്കറിയാം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിഭാരം താങ്ങാനാവാതെ വിരമിക്കൽ നോട്ടീസ് നൽകി. അങ്ങനെയൊക്കെ ചെയ്യുന്നതാ ഒരു പക്ഷേ ഇതുപോലെ പലരും തങ്ങളെ നിയന്ത്രിക്കുന്നു, തങ്ങൾക്ക് നീതി യുക്തമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. എന്തായാലും PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിശക്തി പ്രാപിക്കുകയാണ്. അതിന്റെ ഭാഗമായി ADGPക്ക് എതിരെ അടക്കം പലരും ശബ്ദമുയർത്തുകയാണ്. ഒരുപക്ഷെ പലരും ശബ്ദമുയർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടായിരിക്കണം പലരും വാമൂടിയിരുന്നത്. പക്ഷേ PV അൻവർ MLA ചെയ്തത് തെറ്റായ രീതിയിലാണെങ്കിൽ പോലും കുറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ അനധികൃതമായി റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ ചോർത്തി എന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കൈവശമുണ്ട് എന്നുള്ള കാര്യത്തിൽ PV അൻവർ പ്രതികരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ADGPക്കെതിരെ സംസാരിക്കാൻ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ആരാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ആഭ്യന്തരം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട നൽകും എന്ന് തന്നെയാണ് സൂചന. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മൗനത്തിലാണ്. ആ മൗനം വെടിഞ്ഞ് എന്താണ് ആഭ്യന്തരത്തിൽ നടന്നത് അല്ലെങ്കിൽ എന്താണ് തന്നെ പോലും അറിയിക്കാതെ ചെയ്തുകൊണ്ടിരുന്നത്, അതിനെതിരെയുള്ള നടപടി എന്തായിരിക്കും എന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി അറിയിക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുറമെ തങ്ങൾക്ക് വലിയ ജോലി ഭാരമുണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അസോസിയേഷൻ പോലും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.